ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ജൈനാസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഓലന്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ സദ്യകളിലെല്ലാം കിട്ടുന്ന ഓലനില്ലേ, നല്ല ടേസ്റ്റ് ഉള്ള ഒരു വൈറ്റ് കളറുള്ള നല്ല ടേസ്റ്റ് എന്നിട്ടാ എന്റെ ഫേവറേറ്റ് കറിയാണത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പൊ വീഡിയോയിലേക്ക് പോകാം. നമുക്കിന്നൊരു ഓലൻ ഉണ്ടാക്കിയാലോ? നമ്മൾ വൈറ്റ് കളറുള്ള സദ്യകളിലെല്ലാം കാണലില്ലേ, ഒരു വൈറ്റ് കളറുള്ള ഒരു കറി. പക്ഷെ നല്ല ടേസ്റ്റ് ആണ് കേട്ടാ. എന്റെ കുട്ടിക്കാലത്തെ ഫേവറേറ്റ് ഒരു കറിയായിരുന്നു അത്. അപ്പൊ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങള് പച്ചക്കായ വേണം, പിന്നെ കുമ്പളങ്ങ. ഇത് ഇളവൻ കുമ്പളങ്ങ എന്നാ പറയാട്ടാ, ഇളവൻ കുമ്പളങ്ങ. ഇത് മൂത്തത് എടുക്കാൻ പാടില്ല. ഓലന് നമ്മൾ ചള്ളു കുമ്പളങ്ങ എടുക്കണം. അപ്പൊ കുമ്പളങ്ങ വേണം. പിന്നെ പയറ്, ഞാനിവിടെ പയറ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അച്ചിങ്ങ പയറില്ലേ, എന്നുവെച്ചാൽ നീളമുള്ള പയറ്, കോട്ടപ്പയറ്, ആ പയറ് വേണം. പിന്നെ ചേമ്പ് ഞാനിവിടെ ക്ലീൻ ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ. പിന്നെ ഇത് പച്ചക്കായാണ്, പച്ചക്കായ ഞാൻ ക്ലീൻ ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടുന്നത് പച്ചമുളക് വേണം, കറിവേപ്പില വേണം, പിന്നെ തേങ്ങാപ്പാലില്ലാന്ന് കേട്ടാ ഇതാ ഉണ്ടാക്കുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കഷ്ണങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഓലനാക്കുമ്പോൾ നമ്മൾ പച്ചക്കായ എടുക്കുമ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാല്, ഇതാ പച്ചക്കായന്റെ ഇങ്ങനെ തോലുണ്ടല്ലോ, അതിങ്ങനെ തോലിങ്ങനെ വെടിയിച്ചിട്ട്, ഞാനൊരു പച്ചക്കായന്റെ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ. ആ ഇങ്ങനെ വെടിവിച്ചിട്ട് ഇങ്ങനെ വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. റൗണ്ടില് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പച്ചക്കായ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെക്കണം, ഇല്ലെങ്കിൽ ഇതിന്റെ ഒരു കറുപ്പ് കളർ അടിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് അത് നമ്മള് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് കട്ട് ചെയ്യേണ്ടത് ചേമ്പാണ്. ചേമ്പും എല്ലാം ഞാൻ വട്ടത്തിൽ തന്നെയാണ് കട്ട് ചെയ്ത് വെക്കുന്നത് കേട്ടാ. നമ്മള് ഓരോ നാട്ടിലും ഓരോ തരത്തിലാണ് കേട്ടോ ഓലൻ ഉണ്ടാക്കുക. വെക്കും, ഓരോ സാധനങ്ങൾ മാത്രം ഇട്ടിട്ട് നമ്മൾ ഓലം വെക്കും കേട്ടോ. കപ്പക്ക ഉള്ളവര് കപ്പക്ക മാത്രം ഓലം വെക്കുന്നതുണ്ട്. ഇത് ഞാൻ വെക്കുന്നത് ഇവിടെ സദ്യകളിലെല്ലാം കിട്ടുന്ന ആ ഓലൻ എങ്ങനെയാണെന്ന് കേട്ടാ. നമ്മളെ മലബാർ ഭാഗത്തെല്ലാം സദ്യകളിൽ കിട്ടുന്ന ഓലൻ ഇതാ. ഞാൻ ചേമ്പും വട്ടത്തിൽ മുറിച്ചിട്ടിട്ടുണ്ട്. അതും ഇനി നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കാം. ഞാനിവിടെ പകുതി കുമ്പളങ്ങിയാണ് എടുക്കുന്നത്. അത് നമുക്ക് ഇങ്ങനെ മുറിക്കാം. കണ്ടാ, ഇങ്ങനെ ഉള്ളിലത്തെ ഈ കുരു നമുക്ക് റിമൂവ് ചെയ്യണം, പുറത്തത്തെ ഈ പച്ച ഭാഗവും റിമൂവ് ചെയ്യണം. അങ്ങനെ റിമൂവ് ചെയ്തിട്ട് കാണാം കേട്ടാ. ഞാനിവിടെ കുമ്പളങ്ങിയെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടാ. കുമ്പളങ്ങ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുത്തു കേട്ടോ. ഞാനെടുത്ത കുമ്പളങ്ങ വളരെ ഇളയ കുമ്പളങ്ങയാണ് കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ ഉള്ളില് അധികം കട്ടിയില്ല. അപ്പൊ ഈ ഒരു സൈസിലാണ് ഓലം വെക്കുമ്പോൾ കുമ്പളങ്ങ കട്ട് ചെയ്തെടുക്കുക. 2 പച്ചമുളകും ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്നാ വേണ്ടതെന്ന് വെച്ചാല്, നമ്മൾ എല്ലാ കഷ്ണങ്ങളും കട്ട് ചെയ്തു അല്ലെ. ഞാൻ ഇത്രയും കഷ്ണങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ ഓലൻ ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ ഈ കഷ്ണങ്ങളെല്ലാം ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ഓലം വെക്കുന്നത് വെച്ചാൽ ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങൾ കുക്കറിലാണ് വെക്കുന്നുണ്ടെങ്കിൽ കുക്കറിൽ എല്ലാ സാധനങ്ങളും ഇട്ടിട്ട് ഒറ്റൊരു വിസിൽ അടിച്ചെടുത്താൽ മതി കേട്ടാ. ഞാനിവിടെ അത്രയൊന്നും വേവില്ല ഈ സാധനങ്ങൾക്കൊന്നും. അതുകൊണ്ട് സാധാരണ ഒരു പാത്രത്തിലിട്ടിട്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. അപ്പൊ നമുക്ക് ഈ കഷ്ണങ്ങളെല്ലാം ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ കുമ്പളങ്ങ ഇട്ട് കൊടുത്തു. ഇനി അച്ചിങ്ങപ്പയർ ഇതും ഇട്ട് കൊടുത്ത്, നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ച പച്ചക്കായ ഇല്ലേ, നേന്ത്രക്കായന്റെ കഷ്ണങ്ങള്, പിന്നെ ചേമ്പിന്റെ കഷ്ണങ്ങള്, അതും നമുക്ക് ഇട്ട് കൊടുക്കാം. ഏറ്റവും ഈസിയാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. എനിക്ക് ഈ കറീന്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഫേവറേറ്റ് കറിയാണ് കേട്ടോ ഇത്. അപ്പൊ ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാല്, ഇതിലേക്ക് വെള്ളം എന്തായാലും ഉണ്ടാവും. കുമ്പളങ്ങ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് വെള്ളം വരുന്ന ഒരു സാധനമാണ്. അപ്പൊ കുറച്ച് ഒരു തുള്ളി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത്രേ വേണ്ടു. നോക്കിയിട്ട് ഒഴിക്കുക. വെള്ളം വരുന്നില്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. വെള്ളം എന്തായാലും വരും. കുമ്പളങ്ങ എന്ന് പറഞ്ഞാൽ അത്രയും ഫുൾ വാട്ടർ കണ്ടന്റ് ഉള്ള ഒരു പച്ചക്കറിയാണ് കേട്ടോ കുമ്പളങ്ങ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ചിട്ട് കൊടുത്താൽ മതി, കാരണം നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം. പച്ചക്കറികളെല്ലാം വെന്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കുറച്ച് പച്ചവെളിച്ചെണ്ണയും നനച്ചു കൊടുത്ത് കറിവേപ്പില ഇട്ടാൽ നമ്മളെ ഓലൻ റെഡിയാണ്. അപ്പൊ ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാം. ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്ത് ഓലൻ
അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓലനല്ല, പച്ചക്കറി പച്ചക്കറി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇത് പച്ചക്കറി വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാം. തേങ്ങാപ്പാൽ എടുക്കാൻ എല്ലാവർക്കും അറിയാലോ അല്ലെ. നമ്മള് തേങ്ങ എടുക്കുക. ഞാൻ ഒന്നാം പാലും രണ്ടാം പാലും അങ്ങനെയായിട്ട് എടുക്കുന്നില്ല കേട്ടോ. ഞാൻ ഒറ്റപ്പാലേ എടുക്കുന്നുള്ളൂ. എന്നുവെച്ചാല് തേങ്ങേൻ്റെ അകത്ത് കുറച്ച് ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്താല് നമുക്ക് മാക്സിമം പാല് കിട്ടും. ആ പാലാണ് ഞാൻ ഇതിനകത്ത് ഒഴിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്കിനി തേങ്ങാപ്പാൽ എടുക്കാം. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാം. ഇത് നമ്മൾ വേവിക്കാൻ വെച്ച ഓലന്റെ കഷ്ണങ്ങളെല്ലാം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇതിന്റെ ഓലനാക്കുമ്പോൾ എപ്പോഴും ചേമ്പിടും കേട്ടാ. അപ്പൊ ചേമ്പിട്ടാലും നമ്മളെ ഓലന് നല്ല ഒരു മുഴുപ്പ് കിട്ടും. അതിനു വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ ഈ മുറിച്ചിട്ട ചേമ്പിന്റെ അകത്തുനിന്ന് 2-3 ചേമ്പിന്റെ കഷ്ണങ്ങളെല്ലാം ഒന്നിങ്ങനെ തവി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കും. ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്താൽ അത് നന്നായിട്ട് വെന്ത് എല്ലാ കഷ്ണങ്ങളും വെന്തിട്ടുണ്ട്. അപ്പൊ ചേമ്പിന്റെ കഷ്ണങ്ങൾ മാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അപ്പൊ നമുക്ക് ഓലന് നല്ലൊരു ഇങ്ങനെ മുഴുപ്പ് കിട്ടും. ഇല്ലെങ്കിൽ നമ്മളിപ്പം ഇലയിലെല്ലാം വിളമ്പിയാല് ഇങ്ങനെ ഇലയെന്നെല്ലാം ഇങ്ങനെ ഒലിച്ചു പോകുന്ന പോലെ ഫീൽ ചെയ്യും, നന്നായിട്ട് വന്നിട്ടില്ലെങ്കിൽ. അതിന് ഒരു മുഴുപ്പിന് വേണ്ടിയിട്ടാണ് നമ്മള് ചേമ്പിന്റെ കഷ്ണങ്ങൾ, എല്ലാ ചേമ്പിന്റെ കഷ്ണങ്ങളും ഉടച്ചു കൊടുക്കണ്ട, 2-3 ചേമ്പിന്റെ കഷ്ണങ്ങൾ ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. അപ്പൊ എല്ലാ കഷ്ണങ്ങളും വെന്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് തേങ്ങാപ്പാല് ചേർത്ത് കൊടുക്കാം. നമുക്കിനി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാല് നിങ്ങൾ എടുക്കുമ്പോൾ അധികം ലൂസാക്കാണ്ട് അടിച്ചെടുക്കണം കേട്ടോ. ഇളം ചൂടുവെള്ളം ഒഴിച്ചാൽ നമ്മൾ എടുത്ത തേങ്ങേന്റെ പാല് തെച്ച് നമുക്ക് കിട്ടും. അപ്പൊ അങ്ങനെ എടുത്ത തേങ്ങാപ്പാലാണ്. ഇപ്പൊ തേങ്ങാപ്പാല് നമുക്ക് കിട്ടാത്ത സ്ഥലത്താണെങ്കിൽ നമുക്ക് പൊടിപ്പാല്, തേങ്ങേന്റെ പൊടിപ്പാലായാലും പാക്കറ്റ് പാലായാലും നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് ആ പാല് യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാനിവിടെ തേങ്ങാപ്പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് ചെറുതായിട്ട് തിളച്ച് വന്നാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും ഇട്ടാലും നമ്മളെ ഓലനിട റെഡിയാണ്. നല്ല ടേസ്റ്റ് ആണ്. ഏറ്റവും ഈസിയാണ് ആക്കാനും, നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. എല്ലാരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇതാ തേങ്ങാപ്പാല് ചേർത്ത് നമ്മളെ ഓലനിട നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഞെരടിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് അതിന്റെ കൂട്ടത്തിൽ തന്നെ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂണില് ഞാൻ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയാണ് ഇതിന്റെ ഒരു ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളെ ഓലനീട റെഡിയാണ് കേട്ടോ. നമുക്ക് ഇതിനകത്ത് ഉപ്പെല്ലാം ഉണ്ടോന്ന് നോക്കുക. ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കുക. ഞാൻ ചെക്ക് ചെയ്ത സമയത്ത് എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. ഇത് കുറച്ച് കഴിയുമ്പം ഇത് വറ്റി വരും കേട്ടോ. കുറച്ചും കൂടി ഉറച്ചു വരും. കാരണം ഇതിൻ്റെ അകത്ത് ചേമ്പും കായെല്ലാം ഇട്ടിട്ടില്ലേ. അപ്പം എങ്ങനെയുണ്ട് കാണാൻ? അടിപൊളിയല്ലേ? അപ്പൊ ഇങ്ങനെ ഓലൻ ഉണ്ടാക്കാത്തവര് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും, എനിക്ക് ഉറപ്പാണ്. നമ്മളെ ഓലനീട റെഡി ആയിട്ടുണ്ട്. കണ്ട നല്ല ലുക്കില്ലേ കാണാൻ? ഈ ഒരു ഫോമിൽ എത്തുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം ഇതിൻ്റെ അകത്ത് ചേമ്പും കായെല്ലാം ഇട്ടത് കൊണ്ട്, പച്ചക്കായെല്ലാം ഇട്ടത് കൊണ്ട് ഇത് കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് കട്ടി വരും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ ഓലൻ ഉണ്ടാക്കാത്തവര് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പൊ അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.